ഹലോ വീവേഴ്സ്, ഞാനിന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാനിന്ന് വന്നിരിക്കുന്നത് തലമുടി പെട്ടെന്ന് വെളുക്കാതിരിക്കാനും പിന്നെ മുടി കൊഴിയാതിരിക്കാനും ഉള്ള ഒരു എണ്ണ കാച്ചാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതെൻ്റെ ചേച്ചി ഇങ്ങനെയാണ് എണ്ണ കാച്ചുന്നത്. തലയ്ക്ക് നല്ല തണുപ്പാണ്, പിന്നെ മുടി പെട്ടെന്ന് വെളുക്കില്ല. ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ, ഞാനത് വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരച്യൂട്ടിൻ്റെ അല്ലെങ്കിൽ വാങ്ങിക്കണ വെളിച്ചെണ്ണ എടുത്താലും വേണ്ടില്ല. ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് അര ഗ്ലാസ് നല്ല പശുവും പാൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പശുവും പാൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സാധാരണ വെളിച്ചെണ്ണയിൽ മാത്രം കാച്ചിയാൽ മതി. പിന്നെ അതിലേക്ക് വേണ്ടത് തുളസി ഇല കുറച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പിടി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണയിലേ കാച്ചുള്ളൂ, അപ്പോൾ കുറച്ച് തുളസി ഇല അങ്ങനെ ഒരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കുറച്ച്, അത് ഇതേമാതിരി ഒരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തി പൂവിൻ്റെ, അതായത് 5 ഇതളുള്ള ചെമ്പരത്തി പൂവാണ് എടുക്കേണ്ടത്. പിന്നെ മറ്റേ ചുവന്ന ചെമ്പരത്തില്ലേ, അതെടുക്കാൻ പാടില്ല. ഇത് 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിയുടെ പൂവാണ് എടുക്കേണ്ടത്. പിന്നെ കറ്റാർവാഴ ഇതേമാതിരി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് നല്ല പൊടിക്കാൻ പാടില്ല, ചതച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ഒരു സ്പൂണ് തലേദിവസം വെള്ളത്തിലിട്ടിട്ട്, തലേദിവസം വേണ്ട ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് ഒരു സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയുടെ മണം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര സാധനമാണ് നമുക്ക് എണ്ണ കാച്ചാനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് മൈലാഞ്ചിയുടെ ഇല കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക. പിന്നെ കുറുന്തോട്ടില്ലേ, നാടൻ കുറുന്തോട്ടിയുടെ വേരിൻ്റെ തൊലി കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണ് എണ്ണ കാച്ചാൻ. പിന്നെ മൈലാഞ്ചിയുടെ ഇല കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എടുക്കണം, അത് മുടിക്ക് ഏറ്റവും നല്ലതാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ കറ്റാർവാഴ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. കറ്റാർവാഴ അതിൻ്റെ ചെടിയിൽ നിന്ന് മുറിച്ചെടുക്കുമ്പോൾ അതിലൊരു മഞ്ഞ ഒരു ദ്രാവകം ഉണ്ടാകും. അത് നമ്മുടെ കൈമ്പിലൊന്നും ആവാൻ പാടില്ല, അപ്പോൾ ഇങ്ങനെ ഒട്ടി പിടിക്കുള്ളൂ. അപ്പോൾ അത് കയ്യിലാവാതെ നമ്മൾ നോക്കണം. ഇതിങ്ങനെ ചെറിയ കഷ്ണമാക്കുക. കണ്ടോ, ഇപ്പോൾ ഞാൻ കറ്റാർവാഴ ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക ഇതേമാതിരി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കറ്റാർവാഴ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം കറ്റാർവാഴ നമ്മൾ അരയ്ക്കണം, കാരണം അതിൽ ആ വെള്ളം കൊണ്ട് നമുക്ക് ഇതെല്ലാം അരച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എപ്പോഴും നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് കാച്ചേണ്ടത്. ഇനിയിപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചീനച്ചട്ടിയിൽ കാച്ചുക. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കട്ടെ. ഇല്ലേ, കറ്റാർവാഴ അരച്ചപ്പോൾ അതിൽ തന്നെ വെള്ളം കണ്ടില്ലേ, വെള്ളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ അരച്ചെടുക്കാം. പിന്നെ കറ്റാർവാഴ നമുക്ക് മുഖത്ത് തേച്ചാൽ നല്ലതാണ്, നല്ല ഒരു ഇതാണ് കറ്റാർവാഴ. ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ. ഇനി നമുക്കിതിൽ ആദ്യം നെല്ലിക്ക ഇട്ടിട്ട് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ ഇതെല്ലാം ഒന്ന് ഞാൻ അരച്ചെടുക്കട്ടെ. ഇപ്പം അങ്ങനെ എല്ലാ കറ്റാർവാഴയുടെ ഇതിൽ പിന്നെ കരിയേപ്പിൻ്റെ ഇല, പിന്നെ ചെമ്പരത്തിയുടെ ഇല, ഇതെല്ലാ സാധനവും കൂടി ഞാൻ ഇത് അരച്ചെടുത്താണിത്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു സ്റ്റൗ ഒന്ന് കത്തിക്കാം. സ്റ്റൗ കത്തിച്ച് അതിലേക്ക് നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പാലും ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച ഇതില്ലേ, ഈ മിശ്രിതം ഇട്ട് കൊടുക്കുക. നമ്മളിത് നല്ലപോലെ ഇളക്കി കൊണ്ടിരിക്കണം. തീ സിമ്മിലാക്കിയിട്ട് വേണം നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ഇതേമാതിരി ഇങ്ങനെ കുറച്ച് നേരം ഇടയ്ക്ക് കൈയൊന്നും വിടാം, ഇതേമാതിരി നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം.
ഇതിലേക്ക് നമുക്ക് ഈ കുരുമുളക് ചതച്ചതില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇടണ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ജലദോഷമൊന്നും വരാതിരിക്കാനായിട്ടുള്ളതാണ്. ഇത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് കയ്യിൽ നിന്ന് എടുക്കുകയൊക്കെ ചെയ്യുക. ഈ എണ്ണയൊന്ന് മൂക്കട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ മൂപ്പായി കണ്ടില്ലേ, പറ്റനെല്ലാം എന്താ ഇതേമാതിരി ഇങ്ങനെ പിരിപിരിയനായി. ഇനി നമുക്ക് നോക്കണമെങ്കിൽ ഇതിലൊരു കരിപ്പിൻ്റെ ഇല അല്ലെങ്കിൽ തുളസി ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു തുളസിയുടെ ഇല അല്ലെങ്കിൽ കരിയേപ്പിൻ്റെ ഇല ഇടുമ്പോൾ ഇങ്ങനെ പൊട്ടും. അപ്പോൾ അതിൻ്റെ മൂപ്പായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ടി വന്നു ഈ എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. അതേമാതിരി നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് കാച്ചിയെടുക്കാനായിട്ട്. ഇനി ഇത് തണുത്തിട്ട് വേണം നമുക്ക് ഒരു തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ നമ്മൾ അരിച്ചിട്ട് വേണം ഇത് കുപ്പിയിലാക്കാനായിട്ട്. അതിനായിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം. ഇപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ എണ്ണ തണുത്ത് കഴിഞ്ഞു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കക്കനെല്ലാം ഞാൻ അങ്ങനെ ഒരു ഭാഗത്തേക്കാക്കി നീക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് അരിച്ചെടുക്കാം. ഈ അരിപ്പയിൽ അല്ലെങ്കിൽ നമുക്കൊരു തുണിയിലിട്ടിട്ട് നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് വെച്ചാൽ ആ എണ്ണ എല്ലാം ഇറങ്ങിപ്പോരും. ഉണ്ടല്ലേ. ഇത് നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് വേണം ഇത് എടുത്ത് വയ്ക്കാൻ. ഇനി നമുക്ക് എണ്ണ ഇതേമാതിരി ഒരു പ്ലാസ്റ്റിക് പാത്രമല്ല, ഇതേമാതിരി ഒരു കുപ്പിയുടെ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.